രാജ്യത്തെ റെയിൽവേക്ക് വൻ പ്രതിസന്ധിയായി മാറുകയാണ് പുതപ്പുകളും തലയിണയും ടവലുമടക്കമുള്ള സാധനങ്ങളുടെ മോഷണം. 4 വർഷത്തിനിടെ പുതപ്പുകളും തലയിണയും ടവലുമടക്കം ട്രെയിനുകളിൽ നിന്നും 1.27 കോടി സാധനങ്ങളാണ് മോഷ്ടിച്ചത്. AC കമ്പാർട്ട്മെന്റുകളിലെ വസ്തുക്കൾ യാത്രക്കാർ മോഷ്ടിച്ചതിലൂടെ റെയിൽവേക്ക് കോടികളുടെ നഷ്ടമാണുണ്ടായത്. ട്രെയിനുകളിൽ നിന്നുള്ള കഴിഞ്ഞ 4 വർഷത്തെ അടിച്ചുമാറ്റൽ കണക്കുകൾ അനുസരിച്ച് 46 ലക്ഷം ടവലുകൾ, 41 ലക്ഷം ബെഡ്ഷീറ്റുകൾ, 23 ലക്ഷം തലയിണ കവറുകൾ, 13 ലക്ഷം പുതപ്പുകൾ, 2.75 ലക്ഷം തലയിണകൾ എന്നിവയാണ് മോഷണം പോയത്. മോഷ്ടിക്കപ്പെട്ട സാധനങ്ങളുടെ മൂല്യം ഏകദേശം 104 കോടി രൂപയോളം വരും. 1000-ൽ ഒരു യാത്രക്കാരൻ റെയിൽവേയുടെ വസ്തുക്കൾ മോഷ്ടിക്കുന്നതായാണ് വിവരാവകാശ രേഖാപ്രകാരമുള്ള കണക്ക്. ബിക്കാനീർ, ജോധ്പൂർ, ജയ്പൂർ, റാഞ്ചി എന്നീ ഡിവിഷനുകളിലാണ് ഏറ്റവും കൂടുതൽ കവർച്ച. അതേസമയം പാലക്കാട് ഡിവിഷനിൽ ഇത്തരത്തിലുള്ള ഒരു കവർച്ചാ കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. യാത്ര അവസാനിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് പുതപ്പും മറ്റും തിരികെ കിട്ടിയെന്ന് ജീവനക്കാർ ഉറപ്പിക്കണം എന്ന നിർദ്ദേശമുണ്ടെങ്കിലും പലപ്പോഴും ഇത് പാലിക്കാറില്ല. ഈ സാധനങ്ങൾ മോഷണം പോകുന്നത് റെയിൽവേക്ക് സാമ്പത്തിക നഷ്ടം വരുത്തുകയാണ്. ജനം, ഡൽഹി.